അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സംസ്ഥാനമായ ഗോവയിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ ഷൊർണൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. കൊങ്കൺ റെയിൽവേ വഴിയാണ് പോകുന്നത്. കൊങ്കൺ റെയിൽവേ അതിമനോഹരമാണ് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അതിമനോഹരമായ ഒരു എഞ്ചിനീയറിംഗ് വർക്കാണ് കൊങ്കൺ റെയിൽവേ. ഒരുപാട് തുരങ്കങ്ങളുള്ളൊരു പാതയാണ് കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് നദികളും പാലങ്ങളൊക്കെ പിന്നിട്ട് ഞങ്ങളിങ്ങനെ ഗോവയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ട്രെയിന് കുറച്ച് നേരം ലേറ്റാണ് എങ്കിൽ പോലും ആ കാഴ്ചകളൊക്കെ എന്ത് രസമാണെന്നറിയും. അപ്പോൾ തീർച്ചയായും നമ്മൾ പോയിരിക്കേണ്ട ഒരു ഇന്ത്യയിലെ പ്രധാന റെയിൽവേ പാതയാണ് കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത്. മംഗലാപുരം തൊട്ടിട്ട് മഹാരാഷ്ട്രയിലെ രത്നഗിരി വരെയാണ് കൊങ്കൺ റെയിൽവേ പാസ് ചെയ്യുന്നത്. ഏകദേശം 760ഓളം കിലോമീറ്ററാണ് കൊങ്കൺ റെയിൽവേ വരുന്നത്. അങ്ങനെ ഞങ്ങൾ കേരളവും കർണാടകയൊക്കെ പിന്നിട്ട് ഗോവയിലെ മഡ്ഗാവ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തി. ഒരു ട്രെയിനൊക്കെ സ്റ്റോപ്പുള്ള ഗോവയിലെ സ്ഥലമാണ് മഡ്ഗാവ്. അങ്ങനെ ഞങ്ങൾ ഗോവ എത്തി മഡ്ഗാവ് സ്റ്റേഷനിൽ ഇറങ്ങി നേരെ ബൈക്ക് റെൻ്റ് എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഒരാൾ ഒരു ദിവസത്തേക്ക് 700 രൂപ റെൻ്റ് എന്ന് പറഞ്ഞ് നേരെ കൊണ്ടുപോയി 500 രൂപ ഡെപ്പോസിറ്റ് എല്ലാം വാങ്ങി വണ്ടിയൊക്കെ നോക്കി വണ്ടിൻ്റെ സ്ക്രാച്ചുള്ള ഭാഗമൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് വണ്ടിയൊക്കെ എടുത്ത് ഹെൽമെറ്റ് ആണെങ്കിലോ നമ്മൾ സ്ക്രാച്ച് പോലും ഇല്ലാത്ത ഹെൽമെറ്റാണ് തന്നത്. അപ്പോൾ ഞാൻ ഓടിച്ചു, വലിയ കാര്യമില്ല, ഞാൻ തിരിച്ചു കൊടുത്തു. ഞങ്ങൾ നേരെ ഓട്ടോ എടുത്ത് നേരെ ബസ് സ്റ്റാൻഡിൽ പോയി. 200 രൂപ കേട്ടോ ഓട്ടോക്കാരൻ വാങ്ങിയത്. അവിടെ നേരെ ബസ്സിൽ നേരെ ഗോവയുടെ തലസ്ഥാനമായ പഞ്ചിമിൽ പോയി. അവിടെ നേരെ വീണ്ടും ബസ്സിൽ കലാങ്കട്ടിലേക്ക് പോയി. അവിടെ പോയപ്പോൾ വെറും 400 രൂപയ്ക്ക് ഒരു ദിവസം ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു തരാമെന്നാണ് അതൊക്കെ ബുക്ക് ചെയ്ത് കലാങ്കട്ട് മാർക്കറ്റൊക്കെ ഇങ്ങനെ നോക്കി കണ്ട് ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അറിയാണ് കേട്ടോ. അങ്ങനെ അലഞ്ഞൊരു റെസ്റ്റോറൻ്റ് എത്തി. അവിടെ നിന്ന് ഞങ്ങൾ തന്തൂരി ചിക്കനെല്ലാം ഓർഡർ ചെയ്ത് ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഗോവയിൽ 2ാമത്തെ ദിവസം തുടങ്ങുകയാണ്. ഒരു ചായ കുടിച്ചിട്ടാണ് കേട്ടോ തുടങ്ങുന്നത്. ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളൊരു പാക്കേജ് എടുത്തു എന്ന് പറഞ്ഞിരുന്നല്ലോ, ആ പാക്കേജിൻ്റെ ബസ്സിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ നല്ലൊരു ചായയൊക്കെ കുടിച്ച് ബസ്സൊക്കെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബസ്സൊക്കെ വന്ന് കിടിലം ബസ്സാട്ടോ, AC ബസ്സാണ്. അപ്പോൾ അവിടുത്തെ ഗൈഡ് ഹിന്ദിയിൽ നമ്മൾ എവിടെ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഹിന്ദി ആയത് തന്നെ കുറേയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു മനസ്സിലാക്കാൻ. അങ്ങനെ ആദ്യം പോയത് ലിറ്റിൽ അഗോഡ ഫോർട്ടിലാണ്. നമ്മൾ അഗോഡ ഫോർട്ടിൻ്റെ ചെറിയൊരു രൂപം തന്നെയാണ് ലിറ്റിൽ അഗോഡ ഫോർട്ട്. കിടിലം ബീച്ചും അതിനോട് ചേർന്നൊരു ഫോർട്ട് തന്നെയാണ്. പോർച്ചുഗീസുകാർ തന്നെയാണ് ഈ ബീച്ചിനോട് ചേർന്നുള്ള ഫോർട്ട് ഉണ്ടാക്കിയത്. നല്ല അടിപൊളി സീനറി ആട്ടോ. അറബിക്കടലിനോട് ചേർന്നൊരു ഫോർട്ടും നല്ല വ്യൂ ആണ് അവിടുന്ന്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും പോയിരിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ലിറ്റിൽ അഗോഡ ഫോർട്ട് എന്ന്. പിന്നെ ഫോർട്ടിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആരാണ് എപ്പോഴാണ് ഉണ്ടാക്കിയതെന്നെല്ലാം അതിൽ തന്നെയുണ്ട്. അങ്ങനെ ലിറ്റിൽ അഗോഡ ഫോർട്ടിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് അഗോഡ ഫോർട്ടിലേക്ക് തന്നെയാണ്. 30 രൂപയാണ് ഒരു അഡൾട്ടിനുള്ളത്. വിദേശികളാണെങ്കിൽ അത് 300 രൂപയാണ്. അപ്പോൾ നമ്മളെ ഇന്ത്യൻ സംസ്ഥാനമായ ഗോവയിൽ പോർച്ചുഗീസുകാർ 1612 നിർമ്മിച്ചൊരു കോട്ടയാണ് അഗോഡ കോട്ട എന്ന് പറയുന്നത്.
സിഗ്വാരം ബീച്ച് എന്ന് പറഞ്ഞ ബീച്ചിനോട് ചേർന്നിട്ടാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. ഡച്ചുകാരിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പോർച്ചുഗീസുകാർ ഈ കോട്ട നിർമ്മിച്ചത്. അവിടെ ഒരു കൂറ്റൻ ലൈറ്റ് ഹൗസും കാണാൻ പറ്റും കേട്ടോ. 2015 വരെ അഗോദ സെൻട്രൽ ജയിൽ ഉണ്ടായിരുന്നു. പിന്നീട് അത് വേണ്ടാന്ന് വെച്ചു. അതുപോലെ തന്നെ ഒരുപാട് സിനിമകളിൽ നമുക്ക് അഗോദ ഫോർട്ട് കാണാൻ പറ്റും. ദിൽ ചാഹത്താ ഹൈ എന്ന് പറഞ്ഞ ഫേമസ് ആയ ഒരു ഹിന്ദി മൂവിയിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മലയാള സിനിമയായ ആനന്ദത്തിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇന്ത്യൻ പതാക അഭിമാനത്തോടെ പാറി പറക്കുന്ന ഒരു കിടിലൻ കോട്ട തന്നെയാണ് അഗോദ ഫോർട്ട്. അപ്പോൾ ഗോവയിലുള്ള ഓരോ ആൾക്കാരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ് അഗോദ ഫോർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ അഗോദ ഫോർട്ട് നിന്ന് ഇറങ്ങിട്ടോ. ഭയങ്കര ചൂടാണ്. അപ്പോൾ തണുത്ത എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി. പോരാത്തതിന് നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഒന്നും നോക്കില്ല, നേരെ ഒരു ബജിക്കടയിൽ പോയിട്ട് നല്ലൊരു ഉരുളക്കിഴങ്ങിൻ്റെ വടയും ഉള്ളിവടയും കഴിച്ചിട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം കാലത്ത് കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടന്നെ ഷേക്ക് കട ഉണ്ടായിരുന്നു. ചിക്കു ഷേക്കാണ് ഓർഡർ ചെയ്ത് 70 രൂപ കേട്ടോ. അവിടെ നേരെ ഞങ്ങളെ കൊണ്ടുപോയത് അഞ്ജുന ബീച്ചിലേക്കാണ്. അഞ്ജുന ബീച്ചിലേക്ക് പോകുന്ന വഴിയാണിത്. ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ. ഇവരൊക്കെ ഫിക്സഡ് റേറ്റാണ്. എത്ര ബാർഗെയിൻ ചെയ്താലും ഇവർ പറയുന്ന റേറ്റിന് തന്നെയാണ് സാധനങ്ങൾ കൊടുക്കുള്ളൂ. അപ്പം മനോഹരമായ കുറേ സാധനങ്ങളുണ്ട്. ബാഗാണെങ്കിലും മാലകളൊക്കെ വെറൈറ്റിയിൽ ഒരുപാടുണ്ട് കേട്ടോ. പക്ഷെ ഒടുക്കാത്ത റേറ്റാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വിവിധ തരത്തിലുള്ള ഓരോ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പോണ വഴിയിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് അഞ്ജുന ബീച്ചിലേക്കാണ്. അവിടെ ഛത്രപതി ശിവാജി മഹാരാജിൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. കിടിലൻ വൈബാണ്, ഒരു രക്ഷയില്ല. കാറ്റും അതുപോലെ തന്നെ തിരമാലയൊക്കെ കണ്ടു നിൽക്കാൻ തന്നെ എന്ത് രസം അറിയും. സത്യം പറഞ്ഞാൽ കടലിങ്ങനെ കണ്ടാൽ തന്നെ ഭയങ്കര രസമാണ്. നമ്മളിങ്ങനെ അന്താളിച്ച് നിന്നു പോകും. അപ്പോൾ അഞ്ജുന ബീച്ചിൻ്റെ ഒരു പോർഷൻ മാത്രമാണത്. ഫുള്ള് സാൻഡി ബീച്ചാണ്. അതായത് പാറക്കല്ലാണ് മൊത്തം ബീച്ചിലുള്ളത്. ഭയങ്കര രസകരമായ വ്യൂ ആണ് കേട്ടോ അഞ്ജുന ബീച്ചിൻ്റെ എന്ന് പറയുന്നത്. ഗോവയിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ബീച്ച് തന്നെയാണ് അഞ്ജുന ബീച്ച്. ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഒരു ഇളനീര് കുടിക്കാമെന്ന് വിചാരിച്ചു. വെള്ളം ഒരുപാടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ പോയി. കിടലൻ ആംബിയൻസ് ആണ് കേട്ടോ. അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരു വയസ്സായ ഒരാൾ ഫ്ലൂട്ട് ഊതുണ്ടായിരുന്നു. ബീച്ചിനോട് ചേർന്ന ഹോട്ടൽ കാണാൻ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. അഞ്ജുന ബീച്ച് അങ്ങനെ ബാഗ ബീച്ചിൻ്റെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ സായാഹ്നം ഇങ്ങനെ ഉഷാറാക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഞങ്ങളുടെ പാക്കേജ് തീരാനായിട്ടുണ്ട്. 5 മണിയായാലും ബാഗ ബീച്ചിനോട് ചേർന്ന് തന്നെ കിടിലിന് റെസ്റ്റോറൻറ്റ്, കിടിലും വൈബാണ്. ഇവിടെ ഗൗതമ ബുദ്ധൻ്റെ സ്കൾപ്ചറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ കലാങ്കുട്ടി ബീച്ചിലേക്ക് തന്നെ തിരിച്ചു പോയി. അങ്ങനെ പാക്കേജൊക്കെ തീർന്നു. ഇനി ഞങ്ങൾ അടുത്ത യാത്ര എന്ന് പറയുന്നത് പഞ്ചിമിലേക്കാണ്. പഞ്ചിം അഥവാ പനാജി, ഗോവയുടെ തലസ്ഥാനം കേട്ടോ പനാജി. കിടിലൻ വ്യൂ ആണ്. ഒരുപാട് ക്രൂസ് ഷിപ്പും അതുപോലെ കായലൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. ഒരുപാട് ആൾക്കാർ വൈകുന്നേരങ്ങളിൽ പാലത്തിൻ്റെ അടുത്തൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ സായാഹ്നങ്ങളൊക്കെ നമുക്ക് ഉഷാറാക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് പഞ്ചിമിലെ ഈ വലിയ പാലം എന്ന് പറയുന്നത്. അങ്ങനെ പഞ്ചിം ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്നൊരു ഗുലാബ് ജാമൊക്കെ കഴിച്ചു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ മധുരമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഗുലാബ് ജാമുൻ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ പഞ്ചിം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഷട്ടിൽ ബസ് കയറി. ഷട്ടിൽ ബസ് എന്ന് പറയുമ്പോൾ ഗോവ ഗവൺമെൻറ്റിൻ്റെ ഇലക്ട്രിക് ബസ്സാണ്. വെറും 50 രൂപയാട്ടോ. മർമഗോവ എന്ന് പറഞ്ഞ സ്ഥലം തന്നെയാണ്, മഡ്ഗോൺ. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ ഷട്ടിൽ ബസ്സിലാണ് പോകുന്നത്. AC ബസ്സാണ്.
കിടിലൻ എക്സ്പീരിയൻസ് ആണ് ഈ ബസ്സിൽ പോകുന്നത്. കാരണം ഞങ്ങൾ പോകുമ്പോൾ മഡ്ഗോണിൽ നിന്ന് പഞ്ചിമിലേക്ക് 80 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് എടുത്തത് പ്രൈവറ്റ് ബസ്സിൽ. അതുമല്ല ഒരുപാട് സമയം എടുത്തിട്ടാണ് നമ്മൾ പഞ്ചിമിലെത്തിയത്. ഇതാകുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. കിടിലൻ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഗോവയിൽ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഷട്ടിൽ ബസ് നോക്കാം. കാരണം ഷട്ടിൽ ബസ് തന്നെ ഗവൺമെൻറ് ബസ്സാണ്, വിലയും കുറവാണ്, കിടിലൻ വൈബിൾ ബസ്സാണ്, AC ഒക്കെ. അങ്ങനെ ഞങ്ങൾ മഡ്ഗോൺ ബസ് സ്റ്റാൻഡിലെത്തി. നേരെ ടാക്സിയിലാണ് പോകുന്നത്. കാരണം ഓട്ടോ ചാർജും സെയിമാണ്, ടാക്സി ചാർജും സെയിമാണ്. അങ്ങനെ ടാക്സിയിലാട്ടോ പോകുന്നത്. അവിടുന്ന് അദ്ദേഹം ഞങ്ങളെ നേരെ ഒരു റെസ്റ്റോറൻറ്റിന് മുമ്പിലാണ് ഇറക്കിയത്. നമ്മുടെ ടാക്സിക്കാരൻ ചേട്ടൻ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷന് തൊട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് ഇറക്കിയത്. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ട്രെയിൻ കുറച്ച് ലേറ്റാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഗോവയിൽ നിന്ന് തിരിക്കുകയാണ്. മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ വരാൻ ഇനിയും 2 മണിക്കൂറുണ്ട്. അങ്ങനെയാണ് എക്സിക്യൂട്ടീവ് ലോഞ്ച് കണ്ടത്. ഇവിടെ ഭയങ്കര തിരക്കാട്ടോ, ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നുണ്ട്. കാരണം ഓൾമോസ്റ്റ് ഫില്ലാണ്. അപ്പോൾ കുറച്ച് പേര് ഇറങ്ങിയിട്ട് മാത്രമാണ് അകത്തേക്ക് കയറ്റി വിടുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഞങ്ങൾ അകത്തേക്ക് കയറ്റി. ഏകദേശം റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 50 രൂപയുണ്ട് 1 മണിക്കൂർ, 100 രൂപയുണ്ട്. വിത്ത് GST തന്നെയാണ്, 15% GST ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. AC റൂം തന്നെയാണ്, കുഷ്യനുള്ള സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഞങ്ങൾ 1 hour 100 രൂപീസിന് ഉള്ള സീറ്റാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ ഞങ്ങൾ ഗോവ വിട്ടു. ഞങ്ങൾ വീണ്ടും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ 2 ദിവസത്തെ ഗോവൻ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.